പോയി വിജയിച്ചു വരൂ, നമുക്ക് വീണ്ടും ഇവിടെ തന്നെ കാണാം. കഴിഞ്ഞ ഞായറാഴ്ച ദില്ലിയിൽ നടന്ന കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളുടെ യോഗത്തിൽ സമാപന സന്ദേശമായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത്. ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രധാനമന്ത്രിയും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. മൂന്നാം ഊഴത്തിൽ ചെയ്യാനുള്ള പദ്ധതികളടക്കം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJPയുടെ മൂന്നാം അശ്വമേധത്തിനുള്ള തുടക്കം കുറിച്ചിരിക്കുന്നു. അതിവേഗം ബഹുദൂരം BJP തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെല്ലാം പ്രതിസന്ധിയിലാണ്. മോദി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരുമിച്ച പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിന് തലവേദനയാകുകയാണ്. കേരളം വിട്ടാൽ വലിയ സ്വാധീനമില്ലാത്ത CPMൻ്റെ അതേ അവസ്ഥയിലേക്ക് തന്നെ പതിച്ചു കഴിഞ്ഞ കോൺഗ്രസും അവസാന മരീചികയായി കാണുന്നത് കേരളത്തെ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടിയ കോൺഗ്രസ് ഇത്തവണ സംഘടനാപരമായ പല ദൗർബല്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ദേശീയതലത്തിൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന CPM ആണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാന ശത്രു. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ വ്യക്തമായ മുൻകൈ നേടിവരുന്ന BJPക്ക് കോൺഗ്രസും CPMും തമ്മിലുള്ള കേരളത്തിലെ തമ്മിലടി ഗുണം ചെയ്യും എന്നതും ഉറപ്പു തന്നെയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളും BJPയുടെ കോട്ടയാണ്. ഹിന്ദി ഹൃദയഭൂമിയായ UPയിൽ ആകെ 80 പാർലമെൻറ്റ് സീറ്റുകളാണുള്ളത്. 2019-ൽ UPയിൽ BJP സഖ്യം 64 സീറ്റുകളാണ് നേടിയത്. അവിടെ ഇത്തവണ 75 സീറ്റുകളാണ് BJP ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയും 42 സീറ്റുള്ള പശ്ചിമ ബംഗാളും 40 സീറ്റുള്ള ബീഹാറും 39 സീറ്റുള്ള തമിഴ്നാടും BJP ലക്ഷ്യമിടുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലായി മാത്രം 249 സീറ്റുകളാണുള്ളത്. ലോക്സഭയുടെ 46% ഈ 5 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഇതിൽ UPയും മഹാരാഷ്ട്രയും ബീഹാറും BJP NDA സഖ്യത്തിൻ്റെ ശക്തി ദുർഗങ്ങളാണ്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ശിവസേന സഖ്യത്തിനൊപ്പം മത്സരിച്ച 23 സീറ്റ് എന്നുള്ളത് ഇത്തവണ 30ലേക്ക് ഉയർത്താൻ BJP ലക്ഷ്യമിടുന്നു. ഇവിടെ 32 സീറ്റുകളിൽ BJPയും 12 സീറ്റിൽ ശിവസേന ഷിൻഡെ വിഭാഗവും 4 സീറ്റുകളിൽ അജിത് പവാറിൻ്റെ NCPയും മത്സരിച്ചേക്കുമെന്നാണ് സൂചനകൾ. പശ്ചിമ ബംഗാളും തമിഴ്നാടുമാണ് പിന്നീട് പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷയിലുള്ള സംസ്ഥാനങ്ങൾ. എന്നാൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷ സഖ്യത്തിന് ഒപ്പമല്ല. 2019-ൽ ബംഗാളിൽ നേടിയ 18 സീറ്റ് എന്ന മാജിക്ക് ഇത്തവണയും BJP പ്രതീക്ഷിക്കുന്നു. പൊതുവെ ദ്രാവിഡ പാർട്ടികൾക്ക് വേരോട്ടമുള്ള തമിഴ്നാട്ടിൽ സംസ്ഥാന BJP അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിപക്ഷമായി BJP ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെയും BJP അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ആസാം, കർണാടക, ഒറീസ, ജാർഖണ്ഡ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളും BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇതിനൊപ്പം തന്നെ സമ്പൂർണ്ണ വിജയം ഏകദേശം ഉറപ്പായ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളും BJPയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ ഹിമാചൽ, UP ദയനീയ പരാജയങ്ങൾ ഇന്ത്യ സഖ്യത്തെ കൂടുതൽ തളർത്തിയിട്ടുമുണ്ട്. മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ JDS BJP സഖ്യത്തിലേക്ക് എത്തിയതോടെ 28-ൽ 25-ലധികം സീറ്റുകളിൽ BJP പ്രതീക്ഷ വെക്കുന്നു. ഇതൊക്കെ കൂടി ചേരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ റെക്കോർഡ് ഇത്തവണ അതിനും മുകളിൽ എത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും മോദിയും രാജ്യത്തെ ജനങ്ങളും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാകും വരാനിരിക്കുന്നത് എന്നുള്ളത് തീർച്ച തന്നെയാണ്.